പലപ്പോഴും നമ്മൾ കറിവേപ്പിലകളായെന്ന് വരും. സങ്കടപ്പെടരുത്. നമ്മൾ ഈ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലോട്ട് വളരെയേറെ കരുതലോടെ ചേർത്ത് വയ്ക്കപ്പെടുന്ന പലതും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ടേൺ ഔട്ട് ആയില്ല എന്ന് വരും. സങ്കടപ്പെടരുത്. നമ്മൾ മനസ്സറിഞ്ഞ് ഹൃദയം കൊണ്ട് തന്നെ ചെയ്ത പലതിലും നമ്മൾ ഒരുപാട് നൊന്തെന്ന് വരും. സങ്കടപ്പെടേണ്ടി വരരുത്. നമ്മൾ ചിലപ്പോൾ ചവിട്ടുമെത്തകളായെന്ന് വരും. ചെയ്തു പോയ അല്ലെ നമ്മൾ ചെയ്ത കാര്യങ്ങളെയൊക്കെ ചവിട്ടി അരച്ചുകൊണ്ട് ഏറെ പ്രിയപ്പെട്ടവർ ഒരു പക്ഷേ നമ്മളോട് ബിഹേവ് ചെയ്തെന്ന് വരും. സങ്കടപ്പെടരുത്. മനുഷ്യ സഹജമാണ്. ഇത് വളരെ സ്വാഭാവികമായൊരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ ചുറ്റും കാണുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു 10 പേരെ എടുത്താൽ ഈ 10 പേരും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഞാനും അതിലൂടെ കടന്നുപോയിട്ടുണ്ട്, നിങ്ങളും അതിലൂടെ കടന്നുപോയിട്ടുണ്ട്. പലരുടെയും കഥകളിൽ നമ്മൾ വില്ലന്മാരായിരിക്കും, നമ്മുടെ കഥകളിൽ മാത്രമാണ് നമ്മൾ നായകനും നായികയൊക്കെ, അല്ലേ? അതുകൊണ്ട് ആത്മാർത്ഥതയ്ക്ക് പണി കിട്ടുക, നമ്മളൊരാളെ സഹായിക്കുമ്പം കറിവേപ്പിലാവുക, നമ്മൾ കർമ്മണ്യേ വാരികാരസ്ത്യ മാ ഫലേഷു കഥാചിനാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് വേറൊരു വഴിക്ക് അതിൻ്റെ പ്ലസ് ഉണ്ടാവും. പിന്നെ പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മളൊരു നെഗറ്റീവ് സർക്കിളിലുള്ള ആൾക്കാരെ നമ്മുടെ കൂടെ കൊണ്ടുനടക്കരുത്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്ക് ഏറെ പ്രിയപ്പെട്ട മനുഷ്യർക്ക് നെഗറ്റീവ് ഓറയാണെന്ന് എഴുതിയിട്ട് നമുക്ക് അവരെ കളഞ്ഞിട്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അതെങ്ങനെ പറ്റും? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അവരോട് ഒരു സ്നേഹബന്ധം കാണിച്ചത്? പകരം അവരെ പോസിറ്റീവാക്കി കൺവേർട്ട് ആക്കാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വയ്യ, അതായത് നമ്മൾ ഭയങ്കര സുഹൃത്തുക്കളാണ്, അതിലൊരാൾക്ക് പെട്ടെന്നൊരു അസുഖം വന്നു. അപ്പോൾ അയാൾക്ക് അസുഖം വരുമ്പോൾ അയാൾ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഒരാൾ വളരെ പെട്ടെന്ന് നെഗറ്റീവായെങ്കിൽ അയാൾ എന്തുകൊണ്ട് നെഗറ്റീവായെന്ന് നമ്മൾ അന്വേഷിക്കുകയും ആ സോഴ്സ് റീസൺ കണ്ടെത്തുകയും അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിനെ നമ്മൾ കൃത്യമാക്കി കറക്റ്റ് ചെയ്ത് നമ്മൾ അത് ശരിയാക്കി എടുത്ത് അയാളെ പോസിറ്റീവാക്കിയല്ലേ ചെയ്യേണ്ടത്? അതല്ലേ നമ്മൾ ചെയ്യേണ്ടേ? അല്ലാണ്ട് നമുക്ക് അയാളെ എന്നല്ല, നമ്മൾ നെഗറ്റീവ് സർക്കിളുകളിൽ മാറി നിൽക്കുക എന്ന് പറയുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ടവർ നെഗറ്റീവ് ആയാലും അവരിൽ നിന്ന് മാറി നിൽക്കണം എന്ന് യാതൊരു അർത്ഥമില്ല. പകരം അവരെ പഴയ ഫോമിലേക്ക് നമ്മൾ തിരികെ കൊണ്ടുവരാനുള്ള എഫേർട്ട് എടുക്കുക എന്ന് പറയുന്നത്, അതാണ് അതിൻ്റെ ശരി. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ കറിവേപ്പിലയാവുന്നേ, ചിലപ്പോൾ നമ്മൾ ചവിട്ടുമെത്തയാവും. നമ്മൾ ഒരുപാട് നോവും, നമ്മൾ ഒരുപാട് അവഹേളിക്കപ്പെടും, ഇൻസൾട്ട് ചെയ്യപ്പെടും, നമുക്ക് സങ്കടങ്ങളുണ്ടാകും. ഇതെല്ലാം മാനുഷിക വികാരങ്ങളാണ്. പകരം സന്തോഷങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, ഇല്ലേ? നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളിതൊക്കെ ഈ സങ്കടത്തിന്റെ കൂടുതൽ കാരണം മറ്റതൊക്കെ മറന്നു പോകുന്നതാണ്. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. ഇതൊക്കെ ഉണ്ടാകുമെന്ന് കരുതി നിങ്ങൾ ആരെയും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, ആരിൽ നിന്നും ഓടി ഒളിക്കേണ്ട കാര്യമില്ല. പകരം ഇവരൊക്കെ അവിടെ ചുറ്റും ഉണ്ടായിക്കോട്ടെ, നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് വരിക. നമുക്ക് നോവുന്നത് നമ്മളൊരു കാര്യം ചെയ്തു, അതിന് അയാൾ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന ചിന്തയിലാണ്. അത് വേണ്ട. നമ്മൾ ആർക്ക് വേണ്ടി എന്ത് ചെയ്താലും നമ്മൾ ആ ചെയ്തല്ലോ, നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണല്ലോ എന്നത് ചിന്തിക്കുക. മറ്റാരിൽ നിന്നും ഓടി ഒളിക്കേണ്ട, നമ്മൾ ആരെയും ഈ പറഞ്ഞ പോലെ അകറ്റി നിർത്തുകയും വേണ്ട. നമ്മളായി തുടർന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഏതൊക്കെ രസമാണ് ജീവിക്കാൻ. നടക്കട്ടെ പ്രകാശം.